നമസ്കാരം. വയനാട് പ്രകൃതി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കെ സുധാകരൻ 45 കോടി തട്ടിയതായി സൂചന. വയനാട് ഫണ്ട് പിരിക്കാൻ KPCC 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയും ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ വന്ന പണം മാത്രം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തേണ്ടി വന്നതിനും പിന്നിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് വലിയ കലാപത്തിന് തയ്യാറെടുക്കുകയാണ് ഒരു വിഭാഗം. വയനാട് ദുരന്തം നടക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് 2 ബാങ്കുകളിൽ 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തത്. സുധാകരന്റെ ബിനാമിയായ പ്രവാസിയുടെ അക്കൗണ്ടിലേക്ക് ഫെഡറൽ ബാങ്കിൽ നിന്നും വന്ന ദുരന്ത നിവാരണ ഫണ്ട് 45 കോടിയോളം രൂപ മറിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതറിഞ്ഞ ഉടനെയാണ് AICC നേതൃത്വം സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഉടൻ തന്നെ നീക്കം ചെയ്തത്. ഫണ്ട് ഉടൻ തന്നെ തിരിച്ച് അക്കൗണ്ടിലേക്ക് മാറ്റാൻ AICC നേതൃത്വം സുധാകരനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും സുധാകരൻ വഴങ്ങിയില്ല. ചില നേതാക്കൾ നടത്തിയ വൻ വെട്ടിപ്പുകളുടെ കാര്യം എടുത്തുകാട്ടി അവരെല്ലാം പണം തിരിച്ചടച്ചാൽ താനും അടയ്ക്കാമെന്ന ധിക്കാരപരമായ മറുപടിയാണ് സുധാകരൻ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വരെ വെച്ചത്. അടുത്തിടെ സുധാകരനെ അടിയന്തിരമായി ഡൽഹിക്ക് വിളിപ്പിച്ചതിന് പിന്നിലും ഈ കാര്യങ്ങളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ എല്ലാ സത്യങ്ങളും അറിയുന്ന KC വേണുഗോപാൽ വിഷയം പബ്ലിക് ആയാൽ തിരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും 8 നിലയിൽ പൊട്ടുമെന്നും ഒരു കാരണവശാലും ഇലക്ഷൻ കഴിയുന്നതുവരെ ഈ വിഷയം മറ്റാരും അറിയരുതെന്നും കർശനമായ നിർദ്ദേശം നേതാക്കളുടെ അടുത്ത് ആവശ്യപ്പെട്ടതായി അറിയുന്നു. കോൺഗ്രസിന് ഭരണം കിട്ടുന്നത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുകയാണ് നിലവിൽ സുധാകരന്റെ ലക്ഷ്യം. കണ്ണൂരിലും പേരാവൂരിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ തന്റെ ഗ്രൂപ്പ് അണികൾക്ക് സുധാകരൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കണ്ണൂരിലാവട്ടെ തന്റെ ശിഷ്യനായ യുവ നേതാവ് തീയ സമുദായ പ്രാദേശിക നേതാക്കളെ രാത്രി സമയങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി സുധാകരൻ അയച്ചിട്ട് വന്നതാണ്. ഇത്തവണ TO മോഹനൻ വിജയിച്ചാൽ പിന്നീട് ഒരു കാലത്തും തീയ സമുദായത്തിന് ഒരു അംഗീകാരം കണ്ണൂരിൽ കിട്ടില്ലെന്നും അതുകൊണ്ട് എന്ത് വില കൊടുത്തും മോഹനെ തോൽപ്പിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പേരാവൂരിൽ സണ്ണിക്കെതിരെ ഗ്രൂപ്പുകാരെ പരസ്യമായി സുധാകരൻ രംഗത്തിറക്കുകയും സണ്ണിക്കെതിരെ മണ്ഡലത്തിൽ ഉടനീളം ഫ്ലക്സ് ബോർഡുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ 2 പേരെയും തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ പണം ഇറക്കാൻ പോലും സുധാകരൻ തയ്യാറാണ് എന്നാണ് വാർത്ത. വയനാട് ഫണ്ട് പിരിവിന് 2 ബാങ്കിൽ 2 ആപ്പ് വഴി 2 അക്കൗണ്ട് എടുക്കുന്നതിന് തുടക്കം മുതലേ KPCCയിലെ ചില നേതാക്കന്മാർ എതിർത്തിരുന്നു. KPCCയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നും 1.5 കോടി രൂപ യാതൊരു ആവശ്യവുമില്ലാതെ പിൻവലിച്ചു നൽകണമെന്ന് KPCCയുടെ ട്രഷററായ ഒരു നേതാവിനോട് സുധാകരൻ ആവശ്യപ്പെട്ടതും അദ്ദേഹം വഴങ്ങാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതും ചെക്ക് ഒപ്പിട്ട് വാങ്ങി സുധാകരൻ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ കുറ്റം മുഴുവൻ KPCC ട്രഷററുടെ പേരിൽ ചുമർത്തുകയും ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം കേരളത്തിലെ കോൺഗ്രസിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ CUC യൂണിറ്റുകൾ ഉണ്ടാക്കി ആ യൂണിറ്റുകൾ മുഖാന്തരം കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത്. ഈ പണവും തന്റെ സുഹൃത്തും ബിനാമിയുമായ പ്രവാസിയുടെ അക്കൗണ്ടിലേക്കായിരുന്നു അന്നും സുധാകരൻ വകമാറ്റിയത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്കും ഈ സംഭവം വഴിവെക്കും. വയനാട് ഫണ്ട് സുധാകരൻ അടിച്ചു മാറ്റിയത് അറിഞ്ഞാണ് BJP നേതൃത്വം സുധാകരന്റെ വരവിനെ തടഞ്ഞത്. ഡൽഹിയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പത്രസമ്മേളനം വിളിച്ച് BJPയിലേക്ക് പോകാൻ തീരുമാനിച്ച സുധാകരൻ 10 മണിക്ക് പത്രസമ്മേളനം നിർത്തിവെച്ച് മുങ്ങിയിരുന്നു. ഇത്രയും വലിയ തുക പ്രവാസി വ്യവസായിയുടെ അക്കൗണ്ടിൽ നിന്നും ഫെഡറൽ ബാങ്കിന്റെ ആപ്പിലേക്ക് മാറ്റുവാനുള്ള സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിച്ചതിന് ശേഷം 2 ആപ്പുകളും വിഡ്രോ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തിരികെ ഈ ആപ്പിലേക്ക് പണം മാറ്റുവാൻ കഴിയുകയുമില്ല. ഭരണം വീണ്ടും ഇടതുപക്ഷത്തിനാണ് കിട്ടുന്നതെങ്കിൽ സുധാകരൻ ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥ വരുമെന്നാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം.